നമസ്കാരം. വളരെ സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിക്കെതിരെ നടപടി. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവിനെ സസ്പെൻഡ് ചെയ്തു. നടപടി വിരമിക്കാൻ 4 ദിവസം ബാക്കി നിൽക്കെ ബാർക്കോഴ ആരോപണത്തിൽ വ്യക്തത വരുത്താൻ ക്രൈംബ്രാഞ്ച്. അനിമോന്റെ മൊഴി വിശദമായി പരിശോധിക്കും. ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം ആയുധമാക്കി പ്രതിപക്ഷം. മുതലപ്പുഴയിൽ വീണ്ടും അപകടങ്ങൾ. ശക്തമായ തിരമാലയിൽ വള്ളം മറിഞ്ഞ് അഞ്ചുതെങ്ങ് സ്വദേശി മരിച്ചു. പുലിമുട്ടിൽ വള്ളം ഇടിച്ചു കയറി കാണാതായ ആളെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരത്ത് എത്തേണ്ട 4 വിമാനങ്ങൾ കൊച്ചിയിലിറക്കി. വെള്ളിയാഴ്ചയോടെ കേരളത്തിൽ മൺസൂൺ എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. റിമാൽ ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം തുടരുന്നു. തൃശൂർ പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച് അവശനിലയിലായ സ്ത്രീ മരിച്ചു. ചികിത്സയിലിരിക്കെ മരിച്ചത് പെരിഞ്ഞനം കൂറ്റിലക്കടവ് സ്വദേശി ഉസൈബ. ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയത് 178 പേർ. പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസിൽ കൂട്ടുപ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും ജാമ്യാപേക്ഷയിൽ വിധി പറയുക കോഴിക്കോട് സെഷൻസ് കോടതി. ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് സ്ത്രീധന പീഡന കുറ്റം ചുമത്തിയതിന് പിന്നാലെ. KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ KPCC അന്വേഷണ സമിതി റിപ്പോർട്ട് ഇന്ന് കൈമാറും. സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത നടപടിക്ക് ശുപാർശ. അനന്തകൃഷ്ണന്റെ സസ്പെൻഷനെതിരെ K സുധാകരൻ വിഭാഗം. നടപടി ഏകപക്ഷീയമാണെന്ന് വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ. കൊൽക്കത്തയിൽ ഇന്ന് മോദിയുടെ മെഗാ റാലി. ബരാസത്ത്, ജാവത്പൂർ മണ്ഡലങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും. വോട്ടെണ്ണലിന് ഇനി ഒരാഴ്ച മാത്രം. റഫേലെ അഭയാർത്ഥി കേന്ദ്രത്തിലെ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ മരണം 45ആയി. കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളും. ദാരുണ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുവെന്ന് നെതന്യാഹു. ഫ്രഞ്ച് ഓപ്പണിൽ റഫേൽ നദാൽ ആദ്യ റൗണ്ടിൽ പുറത്ത്. ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരവേന്റെ ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. വിശദമായി കടക്കുകയാണ് വാർത്താരംഭത്തിലേക്ക്. ഗുണ്ടകൾക്കെതിരെ കർശന നടപടിക്ക് DGP നിർദ്ദേശിച്ചതിന് പിന്നാലെ കൊച്ചിയിലെ ഗുണ്ട നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പി സാബുവിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി. സാബുവിനൊപ്പമുണ്ടായിരുന്ന 3 പോലീസുകാർക്കെതിരെയും അച്ചടക്ക നടപടിയുണ്ടാകും. സാബുവിന്റേത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തരുതെന്നും ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, വളരെ കർക്കശമായ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സസ്പെൻഷന് വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ നേരത്തെയും സമാനമായ നടപടികൾ നേരിട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഒപ്പം ഇനി ഇദ്ദേഹം റിട്ടയർഡ് ആവാൻ 4 ദിവസം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കൗതുകം കൂടിയുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഡിവൈഎസ്പി സാബുവിനെതിരെ കർശന നടപടിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശം നൽകിയത്. രാത്രി തന്നെ അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനു മുമ്പ് തന്നെ ആലുവ ഡിവൈഎസ്പി DCP വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി സാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഡിവൈഎസ്പിയുടെ നടപടി പോലീസ് സേനയ്ക്കും സർക്കാരിനും കളങ്കമുണ്ടാക്കി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരാണ് പോലീസ്. അത്തരം പോലീസുകാർ ഈ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി അല്ലെങ്കിൽ അങ്ങനെ ഗുണ്ടകളുമായി അടുത്ത ചങ്ങാത്ത പുലർത്തി എന്നതിന്റെ തെളിവാണ്. വളരെയധികം സമയം ഇദ്ദേഹം ഈ ഉദ്യോഗസ്ഥൻ ഈ ഗുണ്ടയുടെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയ ഗുരുതരമായ കുറ്റകൃത്യമായാണ് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും കണ്ടത്. അതുകൊണ്ടാണ് അടിയന്തര നടപടി ഉണ്ടായിട്ടത്. സംസ്ഥാനത്തെ പോലീസ് ഗുണ്ടാ ബന്ധം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ സംഭവമാണ്. അടുത്തിടെ ഇത്തരം ഗുണ്ടാക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുമ്പോഴും പോലീസ് നിഷ്ക്രിയരായിരിക്കുന്നുവെന്ന വിമർശനം പ്രതിപക്ഷവും അടക്കം ഉയർത്തിക്കൊണ്ടു വന്നതാണ്. മാത്രമല്ല
നിരവധി സംഭവങ്ങൾ, ഗുണ്ടാക്രമണങ്ങൾ, കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ ഇതുണ്ടായത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ഈ ക്രമസമാധാന ചുമതല ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയതിന്റെ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാത്തതെന്ന വിമർശനവും ഉയർന്നു വന്നു. അതിനെ തുടർന്നാണ് പോലീസ് ഗുണ്ടകൾക്ക് വേണ്ടിയുള്ള വേട്ട ആരംഭിച്ചത്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളായ ഗുണ്ടകളെ കാപ്പ നിയമം ചുമത്തിയും മറ്റും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പലർക്കെതിരെയും കാപ്പ നിയമം ചുമത്തി ജയിലിലടച്ചു. പക്ഷെ അതിനിടയിലാണ് ഇത്തരത്തിലൊരു പോലീസിനാകെ നാണക്കേടുണ്ടാക്കിയ സംഭവം പുറത്തു വരുന്നത്. ഒരു ഡിവൈഎസ്പിയെ പോലെ ഉന്നത ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതലയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഗുണ്ടയുടെ വീട്ടിൽ ഗുണ്ടകളുടെ സത്കാരത്തിന്, അതും അദ്ദേഹം വിരമിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് സർക്കാരിൽ പങ്കെടുത്തുന്നത് വളരെ ഗുരുതരമായി തന്നെയാണ് സർക്കാർ കണ്ടത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോയത്. മുഖ്യമന്ത്രിയുടെ കർശന ഈ ഒരു നടപടിക്ക് പിന്നിലുണ്ട്. 3 ഉദ്യോഗസ്ഥരെ കൂടി ഇയാൾക്കൊപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ 3 പേരെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ 3 പേരെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഏതായാലും പോലീസിന് ആകെ നാണക്കേടുണ്ടാക്കിയ, ആഭ്യന്തര വകുപ്പിനാകെ കളങ്കമുണ്ടാക്കിയ വിഷയത്തിൽ കർശന നടപടിക്കാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അരുൺ, ഒരു കാര്യം കൂടി, അതായത് ഈ ഗുണ്ടകളുടെ വിളയാട്ടം, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുണ്ടകളും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഒക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഈ ഒരു സമയത്ത് ആഭ്യന്തര വകുപ്പ് ഇനിയും കൂടുതൽ കർശനമായ നടപടികളിലേക്കും ജാഗ്രതയിലേക്കും ഒക്കെ കടക്കും എന്നുള്ളതുകൂടി തീർച്ചയാക്കാം അല്ലേ ഈ നിമിഷം? എന്ന് വേണം കരുതാൻ. അത്തരം കർശന നടപടിയിലേക്ക് കടക്കാൻ ആഭ്യന്തര വകുപ്പ് നിർബന്ധിതമായി തീർന്നിരിക്കുന്നു. കാരണം ഗുണ്ടകൾ ഒരു ഭാഗത്ത് അഴിഞ്ഞാടുമ്പോൾ, പലയിടത്തും ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോൾ, ചെറിയ സംഭവങ്ങൾക്ക് പോലും കൊലപാതകങ്ങളിലേക്ക് യുവാക്കളടക്കമുള്ളവർ നീങ്ങുമ്പോൾ, ഇന്നലെ കണ്ണൂരിൽ കണ്ടതും അച്ഛനും മക്കളും ചേർന്ന ഒരാളെ കൊലപ്പെടുത്തിയ ചെറിയ സംഭവങ്ങൾക്ക് പോലും വലിയ ക്രൂരമായ മുറകളിലേക്ക് സാധാരണക്കാർ പോലും മാറുന്ന അവസ്ഥയുണ്ട്. അപ്പോഴാണ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ഒരു വശത്ത് വർദ്ധിക്കുന്നത്. അവിടെ ഗുണ്ടകളെ അമർച്ച ചെയ്യേണ്ട, ഗുണ്ടകളെ ഭയപ്പെടുത്തന്നെ സമൂഹത്തെ സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഗുണ്ടകളുടെ ആതിഥ്യം സ്വീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ്. സർക്കാരിന് വലിയ നാണക്കേടാണ് അത് ഉണ്ടാക്കിയത്. ആഭ്യന്തര വകുപ്പിന് ഗുണ്ടകൾക്കെതിരെ നടപടി എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് റെയ്ഡ് പ്രഹസനങ്ങൾ നടത്തുമ്പോഴും ഇത്തരത്തിൽ ഗുണ്ടകളുടെ വീട്ടിൽ പോയി ആതിഥ്യം സ്വീകരിക്കാൻ, അവരുടെ അതിഥികളായി സത്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ധൈര്യമുണ്ടാവുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ ആ രീതിയിൽ ഇടപെടാൻ നിർബന്ധിതമായത്. വരും ദിവസങ്ങളിലും ഇത്തരം ഉദ്യോഗസ്ഥർ, നേരത്തെ നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സംഭവങ്ങൾ ഏതാണ്ട് 1 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഗുണ്ടകളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പലർക്കും അവരുടെ ജോലി നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി അടുത്ത നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നു. എന്നിട്ടും ഗുണ്ടകളുമായുള്ള ചങ്ങാത്തത്തിന് പോലീസുകാർ തയ്യാറാകുന്നു എന്നത് അതീവ ഗുരുതരമായ, അതീവ പ്രാധാന്യമുള്ള വിഷയമാണ്. അവിടെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് കൂടുതൽ നടപടികൾ തന്നെയാണ് കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമായ സംഭവത്തിൽ ഡിവൈഎസ്പി MG സാബുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ വളരെ കർക്കശമായ നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നിരിക്കുന്നു. പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി സർവീസിൽ ഉടനീളം പ്രതിജ്ഞയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച വിഷയത്തിലടക്കം അത്തരത്തിൽ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് എന്ന് കരുതാം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ ബാർ കോഴ വിവാദത്തിൽ അനിമോന്റെ മൊഴി വിശദമായി പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച്. സർക്കാരിനോ പാർട്ടിക്കോ പണം നൽകാൻ വേണ്ടിയല്ല തന്റെ ഓഡിയോ സന്ദേശം എന്ന നിലപാട് ക്രൈംബ്രാഞ്ചിന് മുന്നിലും അനിമോൻ ആവർത്തിച്ചിരുന്നു. എന്നാൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന ചീഫ് സെക്രട്ടറി തന്നെ മദ്യനയത്തിൽ വിശദീകരണം നൽകിയത് പുതിയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. എക്സൈസ് മന്ത്രിയാകട്ടെ വിദേശയാത്രയിലാണ്. അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന ആവശ്യം BJP ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, മദ്യനയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്യുന്ന വിഷയമാണ്. ഒരു വശത്ത് അന്വേഷണം പുരോഗമിക്കുന്നു, മറുവശത്ത് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിട്ട് അത് ആയുധമാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലത്തെ സാഹചര്യം? സമഗ്രമായ വിവരങ്ങൾ. ആര്യ, സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധം തീർക്കുന്നതിനു വേണ്ടി തന്നെയാണ് അടിയന്തരമായി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ക്രൈംബ്രാഞ്ച് SP മധുസൂദന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. സ്വാഭാവികമായി ഒരു വശത്ത് ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ അനിമോന്റെ മൊഴി ശബ്ദരേഖയിൽ പരാമർശിക്കുന്ന ബാറുടമ അനിമോന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ പൂർത്തിയാക്കി. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായ മറ്റ് ബാറുടമകളിൽ നിന്നുള്ള മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. അതേസമയമാണ്
ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ രംഗത്തെത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് മദ്യനയം സംബന്ധിച്ച ചർച്ചകളൊന്നുമല്ല നടന്നിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളല്ല എന്ന വിശദീകരണവുമായി കഴിഞ്ഞ ദിവസം ടൂറിസം ഡയറക്ടർ രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയും ഇന്നലെ വിശദീകരണവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി CPM അതിനെ സർക്കാരിന്റെ നയമല്ല, ഉദ്യോഗസ്ഥർ പറയുന്നത് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു കൂടിയാലോചന നടന്നിട്ടില്ല എന്ന ഒരു പ്രതിരോധമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസും എക്സൈസ് മന്ത്രി MB രാജേഷും എല്ലാം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിച്ചത് മന്ത്രിമാർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയുന്നു അങ്ങനെ ഒരു കൂടിയാലോചനകൾ നടന്നിട്ടില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ ചില കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് വെളിവാക്കുന്ന വിവരങ്ങളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരുന്നത്. സ്വാഭാവികമായി അത് ആയുധമാക്കി തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അടക്കം എക്സൈസ് മന്ത്രിയുടെ വസതിയിലേക്ക് ഇന്നലെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ് എത്തിയതിന് പിന്നാലെ BJPയും സമരരംഗത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായാണ് സംസ്ഥാന പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല, കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തിയാലേ സത്യം പുറത്തു വരികയുള്ളൂ എന്ന നിലപാടുമായി BJP നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ആര്യ, തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതാണ് ഇക്കാര്യം. വിവരങ്ങളുമായി നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നവമി, വലിയ മഴ വരുന്നു എന്നുള്ള മുന്നറിയിപ്പ്. ഇപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പിൽ ഏറ്റവും ശക്തമായ മഴ രേഖപ്പെടുത്തും എന്ന് പറയുന്നത്? ആര്യ, എറണാകുളം ജില്ലയിൽ മഴ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിന് മുൻപ് തുടങ്ങിയ മഴ ഇപ്പോൾ തോരാതെ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ മഴയാണ് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും. ആലപ്പുഴ ജില്ലയ്ക്കും ശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുവെ പറഞ്ഞാൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്നത്. മലയോര പ്രദേശത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ അതിശക്തമായ മഴയോ ഉണ്ടായാൽ എത്രയും വേഗം സുരക്ഷിത ഇടങ്ങളിലേക്ക് പോകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ കോതമംഗലം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ ഭാഗങ്ങളിലാണ് ഈ മലയോര പ്രദേശങ്ങളിൽ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഈ അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിലും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ അതിശക്തമായ മഴ തന്നെയാണ്. തിരുവനന്തപുരത്തും രാവിലെ തുടങ്ങിയ മഴ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് ഇറക്കേണ്ട 4 വിമാനങ്ങൾ ഈ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് എറണാകുളം നെടുമ്പാശ്ശേരിയിൽ ഇറക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തേണ്ട വിമാനമാണ് എറണാകുളത്തേക്ക് എത്തിച്ചത്. പിന്നീട് അതിനുശേഷം രാവിലെ ഒരു 8 മണിയോടുകൂടി തന്നെ വിമാനം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും എറണാകുളം ജില്ലയിൽ അതിശക്തമായ മഴയാണുള്ളത്. എല്ലാവിധ മുന്നറിയിപ്പുകളും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. ഈ വരും ദിവസങ്ങൾ 5 ദിവസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതുപോലെ ശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. കൊച്ചിയെ സംബന്ധിച്ച് വെള്ളപ്പൊക്കമാണ് ഈ മഴ വരുമ്പോൾ ഏറ്റവും വലിയൊരു ഭീഷണിയായി എത്തിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ പതിവിന് വിപരീതമായി ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളൊക്കെ നന്നായി പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇടറോഡുകളിലെ ചിലയിടങ്ങളിലെ ഈ വേലിയേറ്റ സമയങ്ങളിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്നൊഴിച്ചാൽ ബാക്കി മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ശക്തമായ മഴ തന്നെയാണ് വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരത്തും കൊല്ലത്തും അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴയിലും അതുപോലെ തന്നെ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴേ തന്നെ രാവിലെ തന്നെ എല്ലാ ജില്ലകളിലെ മിക്കയിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. പല വീടുകളിലും കറണ്ട് ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആര്യ.
തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. വരും മണിക്കൂറിൽ 10 മണിയോടുകൂടി ഈ അലേർട്ടിന്റെ കാര്യത്തിൽ, പുതിയ അലേർട്ടിന്റെ കാര്യത്തിൽ ഉള്ള അറിയിപ്പ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുവരെ നിലവിൽ സംസ്ഥാനത്തൊരിടത്തും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ആശ്വാസം കൂടി പങ്കുവയ്ക്കാനുണ്ട്. എന്നിരുന്നാൽ പോലും ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത 5 ദിവസത്തോടെ മൺസൂൺ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ കൂടുതൽ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ജൂൺ മാസത്തിലും സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ആയിഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മൺസൂൺ സീസൺ വൈകാതെ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത 5 ദിവസത്തിനുള്ളിൽ, അതായത് മെയ് 31-ന് സംസ്ഥാനത്ത് മൺസൂൺ എത്തും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലവർഷ സീസൺ സാധാരണയേക്കാൾ കൂടുതൽ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കൂടുതൽ മഴയും ലഭിക്കും. രാജ്യത്താകെ 106% മഴ ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. തെക്കേ ഇന്ത്യയിൽ 92% മുതൽ 108% വരെയാണ് മഴ സാധ്യത. എന്നാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ മഴ കുറയുമെന്നാണ് വിലയിരുത്തുന്നത്. 94% താഴെയായിരിക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മഴയുടെ തോത്. 2023-ൽ മൺസൂൺ ജൂൺ 4-ഓടുകൂടിയാണ് എത്തിയത്. അന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്തുടനീളം ലഭിച്ചത് 94% മഴയായിരുന്നു. ആ കണക്കാണിപ്പോൾ 106% എന്നതിലേക്ക് ഉയരുന്നത്. മൺസൂൺ സീസണിൽ രാജ്യത്താകെ ലഭിക്കുന്ന മഴയുടെ കണക്കാണിത്. ഇനി ജൂണിൽ മാത്രം ലഭിക്കുന്ന മഴയുടെ കണക്കെടുത്താൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽ മഴയാണ്. ഇത് ശക്തിയായ വേനൽ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നതിന് പിന്നാലെയാണ് മൺസൂണും ശക്തിയോടെ എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വെള്ളക്കെട്ട്, ഗതാഗത തടസ്സങ്ങൾ, പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ നമുക്കിരിക്കാം. അപ്പോൾ അതാണ് സാഹചര്യം. ഇനിയിപ്പോൾ വേനൽ മഴ കഴിയുന്നതിന് പിന്നാലെ തന്നെ മൺസൂൺ കൂടി എത്തുകയാണ്. വളരെ ശക്തമായ മഴ, കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് വരുന്നു. കാര്യങ്ങൾ ഏത് വിധത്തിലാകും പോവുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതീവ ജാഗ്രത വേണ്ട സമയമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു ദുഃഖകരമായ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മുതലപ്പുഴയിൽ വീണ്ടും അപകടങ്ങൾ. പുലർച്ചെ ശക്തമായ തിരമാലയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ 5 തെങ്ങ് സ്വദേശി എബ്രഹാം മരിച്ചു. പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറിയായിരുന്നു മറ്റൊരു അപകടം സംഭവിച്ചത്. പുലിമുട്ടിൽ വള്ളം ഇടിച്ചു കയറി കാണാതായ ആളെ പക്ഷേ രക്ഷപ്പെടുത്തി. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, രാവിലെ തന്നെ ഒരു ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. വീണ്ടും മുതലപ്പുഴയിൽ അപകടം സംഭവിച്ചിരിക്കുന്നു. വള്ളം മറിഞ്ഞുണ്ടായ ഒരു അപകടം, അതിൽ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. 2 അപകടങ്ങളാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? അറിയ 5 തെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത്. അദ്ദേഹം ഉൾപ്പെടെ 5 പേർ സഞ്ചരിച്ച മത്സ്യബന്ധന യാനം പുലർച്ചയോടുകൂടി മറിയുകയായിരുന്നു. ശക്തമായ തിരയിൽപ്പെട്ടാണ് ഈ വള്ളം മറിഞ്ഞത്. തുടർന്ന് ഈ 5 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ എബ്രഹാം മരിച്ചു. തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു വള്ളവും അപകടത്തിൽപ്പെട്ടു. അതിൽ ഒരാളെ കാണാതായി. പക്ഷേ പിന്നീട് നടത്തിയ തിരച്ചിലിൽ അദ്ദേഹത്തെ കണ്ടെത്തി. സുരക്ഷിതരാണ്. മുതലപ്പുഴയിൽ തുടരെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടും പുലർച്ചയുമായി മഴ ഒന്ന് പ്രദേശത്ത് ശമിച്ചതോടുകൂടിയാണ് ഈ മത്സ്യബന്ധനത്തിന് തയ്യാറെടുപ്പുമായി മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോയത്. നേരത്തെ ജാഗ്രതാ നിർദ്ദേശം നിലനിന്നിരുന്നു. ദിവസങ്ങളായി തുടരുന്ന മഴയുണ്ട്. പക്ഷേ അടുപ്പിച്ചടുപ്പിച്ച് ഈ പണിക്ക് പോകാതിരുന്നാൽ കുടുംബം ബുദ്ധിമുട്ടിലാകും എന്നത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളെ പ്രധാനമായും വലയ്ക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുമ്പോഴും പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നത്. മഴ ഒന്ന് ശമിച്ചതോടെയാണ് ഇവർ മത്സ്യബന്ധനത്തിന് പോകാനുള്ള തീരുമാനവുമായി കടലിലേക്ക് ഇറങ്ങിയത്. ഏതായിരുന്നാലും ഒരു ദാരുണാന്ത്യം കൂടി മുതലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നു. 10 വർഷത്തിനിടെ ഏതാണ്ട് 70-ലധികം പേർക്കാണ് മുതലപ്പുഴയിൽ ജീവൻ നഷ്ടമായത്. പലവിധ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.
ഡ്രഡ്ജിങ് പ്രധാനമായും അദാനി ഗ്രൂപ്പിനുള്ള പാറ അവിടെയാണ് കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇടയ്ക്ക് ഡ്രഡ്ജിങ് നടത്തുകയും ഇടിഞ്ഞിറങ്ങിയ പുലിമുട്ട് അതെല്ലാം തന്നെ ഒരു പരിധിവരെ വീണ്ടും കരയിലേക്ക് മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കിയിരുന്നു. പക്ഷേ ഇതിന്റെ കവാടം, അതായത് ഈ കടലിലേക്ക് ഇറങ്ങുന്ന ഭാഗം, അവിടെ വീതി കുറവാണ്. അത് വീതി കൂട്ടണമെന്നുള്ള പഠന റിപ്പോർട്ടുകൾ നിരവധി വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഈ മത്സ്യബന്ധന കവാടത്തിന്റെ വീതി കൂട്ടുന്നത് അഞ്ചുതെങ്ങ് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അവിടെ ആളുകൾക്ക് കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമാകുന്നത്. ചെറിയ രീതിയിൽ അഞ്ചുതെങ്ങിൽ ഇവിടെ പോയി അവിടെ നിരവധി കുടുംബങ്ങളാണ് ഇങ്ങനെ കണ്ണീരിലായത്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം. പക്ഷേ പഠന റിപ്പോർട്ടുകൾ നിരവധി വന്നെങ്കിലും അതിലൊന്നും തന്നെ പിന്നീട് ഈ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഇടപെടലോടുകൂടി പുതിയൊരു കേന്ദ്ര സംഘം വരികയും അവർ അവിടെ കാര്യങ്ങൾ പരിശോധിക്കുകയും മറ്റൊരു പഠനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. ഇപ്പോഴും അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ശാശ്വതമായ പരിഹാരമാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ആര്യ, തീർച്ചയായും വി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. റിമാൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടം തുടരുന്നു. ബംഗ്ലാദേശിന്റെ തീരമേഖലയിലാണ് റിമാൽ ചുഴലിക്കാറ്റ് നാശം വിതയ്ക്കുന്നത്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി 16 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലക്ഷക്കണക്കിന് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ടോ? ആര്യ, കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയ റിമാൽ ചുഴലിക്കാറ്റ് ദുരന്തം ഇപ്പോഴും അത് തുടർച്ചയാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലാണ് ഇത് ആദ്യ ഘട്ടത്തിൽ നാശം വിധിച്ചത്. അവിടെയാണ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുകയും വലിയ തോതിൽ കാറ്റും മഴയും ഉണ്ടാവുകയും ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അത് ബംഗ്ലാദേശിലേക്ക് അയൽ രാജ്യമായ ബംഗ്ലാദേശിലേക്ക് മാറിയിട്ടുണ്ട്. ആ ബംഗ്ലാദേശിലും ഇപ്പോൾ കനത്ത നാശം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ കടപുഴകി വീണു, വൈദ്യുതി ലൈനുകൾ താഴെ വീണു, ടെലിഫോൺ ടവറുകളെല്ലാം നാശോന്മുഖമായിട്ടുണ്ട്. വലിയ തോതിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. 1 ലക്ഷത്തിൽ പരം വീടുകളാണ് അവിടെ നാശോന്മുഖമായിരിക്കുന്നത്. അതിൽ 35,000 വീടുകൾ പൂർണ്ണമായും ബംഗ്ലാദേശിൽ നശിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലുമായി നിരവധി ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം അല്ലെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്നാൽ ബംഗ്ലാദേശിൽ അതിലും മുകളിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉയരുന്നത്. ബംഗ്ലാദേശിൽ ഇപ്പോഴും നാശനഷ്ടം തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നിരവധി വീടുകൾക്ക് മരങ്ങൾ കടപുഴകി വീണു. നിലവിൽ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി 16 മരണങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇവിടേക്ക് നിരീക്ഷണം ശക്തമാക്കിയ സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ ബംഗ്ലാദേശിലും കനത്ത നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. മൺസൂണിന് മുമ്പ് ലഭിക്കുന്ന അതിശക്തമായ ഒരു ചുഴലിക്കാറ്റാണ് ഈ റിമാൽ ചുഴലിക്കാറ്റ്. ഈ റിമാൽ ചുഴലിക്കാറ്റിൽ ഇപ്പോൾ നിലവിൽ 16 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആര്യ, ശരി, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. ആശുപത്രികളില്ല, അതുകൊണ്ട് തന്നെ തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ തൃശൂരിൽ ഭക്ഷ്യവിഷബാധയേറ്റ് മരണം. പെരിഞ്ഞനത്ത് കുഴിമന്തി കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീയാണ് മരിച്ചത്. പെരിഞ്ഞനം കുറ്റിക്കടവ് സ്വദേശി ഉസൈബയാണ് ഇന്ന് പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജിൽ മരിച്ചത്. പെരിഞ്ഞനം 3 പീടികയിൽ സെയിൻ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് കഴിഞ്ഞ ശനിയാഴ്ച ഭക്ഷ്യവിഷബാധയേറ്റത്. അതേസമയം സെയിൻ ഹോട്ടലിൽ നേരത്തെയും ഭക്ഷ്യവിഷബാധയുണ്ടായിരുന്നതിനെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചിരുന്നു. വീണ്ടും തുറന്ന ശേഷമാണ് സംഭവം. ഉമ്മയുടെ കണ്ടീഷൻ പെട്ടെന്നാണ് മാറിയത്. അത് മരണപ്പെട്ടതിന് ശേഷം ഉണ്ടായത് നമ്മുടെ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു കൺഫ്യൂഷൻ ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ഒരു വ്യക്തത കുറവിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബോഡി ഇവിടെ എത്തിച്ചത്. എന്നാലും ആ ബോഡി വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ചെയ്യാനുള്ള ഏർപ്പാടുകളെല്ലാം എടുത്തിട്ടുണ്ട്. പോലീസ്, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളെല്ലാം കൂടി ഉണ്ട് കേട്ടോ. അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കും. കുഴിമന്തിയാണ് മേടിച്ചത് ഇവർ. അപ്പോൾ ആൾ മയോണീസ് മാത്രമേ കഴിച്ചുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടല്ലോ. പക്ഷേ അനിയത്തിക്കും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവർ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു.
ഇപ്പോഴേ ഇന്നിപ്പോൾ അനിയത്തിക്ക് മക്കൾ കൂടുതലായിട്ട് ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ ഇവിടെ ഇവിടെ കുട്ടിലക്കടവിൽ കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാലക്കുടയിൽ കൊണ്ടുപോയി. അപ്പോൾ ഓർമ്മയൊക്കെ പോയി. അങ്ങനെ അങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി. ഒരു മണിയൊക്കെ ആയപ്പോഴേക്കിനും മരണപ്പെട്ടു. ഇന്ന് വെളുപ്പിന് 6:30 ആയപ്പോഴേക്കിനും കൊണ്ടുപോകണം. രാജു ഗുരുവായൂർ വിവരങ്ങളുമായി ചേരുകയാണ്. രാജു, അതിദാരുണമായ ഒരു സംഭവമാണ്. ഈ മുമ്പും സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റ് മരണങ്ങൾ സംഭവിച്ചപ്പോൾ വളരെ കർശനമായ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിരുന്നു. പുതിയ പല നിർദ്ദേശങ്ങളും ഈ ഹോട്ടലുകൾക്കൊക്കെ നൽകിയതുമാണ്. ഇത്തരത്തിൽ ശുചിത്വവും ഒന്നും പാലിക്കാത്തതും ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടുന്ന നടപടികളിലേക്ക് കടന്നു. സമാനമായ നടപടി നേരിട്ടൊരു ഹോട്ടലിൽ നിന്നാണ് വീണ്ടും ഇതേ തരത്തിൽ ഒരു ഭക്ഷ്യവിഷബാധ സംഭവിക്കുന്നത്. അവിടെ ഭക്ഷണം കഴിച്ച എല്ലാവർക്കും ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. അതിലൊരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ആര്യ, തീർച്ചയായും വളരെ ഖേദകരമായ ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. പെരിഞ്ഞനം പൊന്മാണിക്കുടം സ്വദേശി രായമരക്കാർ വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ 56 വയസ്സുള്ള ഉസൈബയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി പാർസൽ വാങ്ങി ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഭക്ഷണം കഴിച്ച 4 പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് ഉസൈബയെ ഇരിങ്ങാലക്കുട ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഇടപെടേണ്ടതുണ്ട്. കഴിഞ്ഞ 4 മാസം മുമ്പ് ഇത്തരത്തിൽ ഒരു അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് സ്കൂളിലെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് 30ഓളം വിദ്യാർത്ഥികൾക്ക് അപകടം സംഭവിച്ചു. ഇന്ന് പുലർച്ചെ ഈ 3 മണിയോടെ ഈ സ്ത്രീ വീട്ടമ്മ മരിക്കുകയാണ് ഉണ്ടായത്. സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് 178 പേർ ഇപ്പോൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടി. ആരോഗ്യവകുപ്പിന്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും അന്വേഷണം പ്രഹസനമാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. കാരണം 4 മാസം മുമ്പാണ് പെരിഞ്ഞനത്തെ ഒരു സ്കൂളിൽ യാത്രയപ്പ് ചടങ്ങിൽ 30 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിഷബാധയേറ്റത്. കാറ്ററിംഗ് സ്ഥാപനം നൽകിയ ബിരിയാണി, ഐസ്ക്രീം തുടങ്ങിയ കഴിച്ചതിനെ തുടർന്നാണ് അധ്യാപകരും വിദ്യാർത്ഥികളും അന്ന് ചികിത്സ തേടിയത്. ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടും പഞ്ചായത്തിന്റെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നൽകി എങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ആരോപണം. എന്നാൽ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഇടപെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കയ്പമംഗലം പോലീസിനും പെരിഞ്ഞനം പഞ്ചായത്തിനും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ആര്യ, തീർച്ചയായും രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. രാജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പ്രഹസനമായി മാത്രം മാറുന്നുവോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്നുപോലും ജനങ്ങൾക്കിടയിൽ സംശയമുയരുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ തന്നെ സംശയിക്കാം. കാരണം നേരത്തെ നമുക്കറിയാം എത്ര ജീവനുകളാണ് ഭക്ഷ്യവിഷബാധയേറ്റ് സംസ്ഥാനത്ത് പൊലിഞ്ഞത് എന്നുള്ളത്. അപ്പോൾ മാത്രം ഇത്തരത്തിൽ പരിശോധന നടത്തുന്നു, നടപടി സ്വീകരിക്കുന്നു. പക്ഷേ പിന്നീട് അതിന്റെ ഫോളോ അപ്പുകളൊന്നും നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള കർശനമായ ശിക്ഷകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണോ ഈ ഹോട്ടൽ നടത്തുന്നവർക്ക് ഒരു ഭയമില്ലാതെ പോകുന്നത് എന്നുള്ള സംശയം കൂടി നമുക്ക് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകും. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. നടനും BJP നേതാവുമായ സുരേഷ് ഗോപി പ്രതിയായ വാഹന നികുതി വെട്ടിപ്പ് കേസിന്റെ വിചാരണ ഇന്ന് ആരംഭിക്കും. എറണാകുളം ACJM കോടതിയിലാണ് വിചാരണ നടപടികൾ ആരംഭിക്കുക. 2 ആഡംബര വാഹനങ്ങൾ സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തെന്നും ഇതുവഴി 30 ലക്ഷത്തോളം രൂപയുടെ നികുതി വെട്ടിച്ചെന്നുമാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നാൽ കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇത് നേരത്തെ ഉണ്ടായിരുന്ന കേസാണ്. ഈ ഇടയ്ക്ക് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വീണ്ടും ഇത് പ്രതിപക്ഷം ആയുധമാക്കിക്കൊണ്ടുവരികയും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഫോളോ അപ്പ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? ആര്യ, 2010-16 കാലഘട്ടങ്ങളിലാണ് രണ്ട് ഓഡി കാറുകൾ വാങ്ങുന്നതിന് വേണ്ടി ഈ പുതുച്ചേരിയിലെ
രജിസ്ട്രേഷൻ ചെയ്ത വണ്ടികൾ, അതായത് നികുതി വെട്ടിച്ചു, കേരളത്തിൽ നികുതി കൊടുക്കാതെ ആ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്ത കേസ് എന്ന ഒരു കേസിലായിരുന്നു സുരേഷ് ഗോപി വിചാരണ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇന്ന് മുതൽ എന്തായാലും വിചാരണ നടപടികൾ ആരംഭിക്കും. എറണാകുളം ACJM കോടതിയിലായിരിക്കും വിചാരണ നടപടികൾ ആരംഭിക്കുക. ആദ്യഘട്ടം എന്നോണം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. അതിനുശേഷം സാക്ഷികളെ വിളിച്ച് നോട്ടീസ് അയച്ച് അവരെ വിളിച്ചു വരുത്തി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കടക്കുക. പിന്നീടായിരിക്കും സുരേഷ് ഗോപിയെയും ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിചാരണ അടക്കം നടക്കുകയും ചെയ്യുക. എന്തായാലും ഈ കേസ് 2010-16 കാലഘട്ടങ്ങളിലായിരുന്നു ഇത്തരത്തിൽ സുരേഷ് ഗോപി വ്യാജ മേൽവിലാസം ഉണ്ടാക്കി പുതുച്ചേരിയിൽ തനിക്ക് വീടുണ്ടെന്ന് വ്യാജരേഖയുണ്ടാക്കി അവിടെ നിന്നും. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സുരേഷ് ഗോപിക്കെതിരായ നികുതി വെട്ടിപ്പ് കേസിൽ വിചാരണ ഇന്ന് ആരംഭിക്കും. ഇപ്പോൾ VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. ഉടനെ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏരിയ കമ്മിറ്റി നേതാവിന്റെ സ്വന്തം ആളാണ് ഈ ഗുണ്ട എന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത് മുട്ടാൻ നോക്കണ്ട ഈ ഗുണ്ടയുമായിട്ട്. മുട്ടാൻ നോക്കിയാൽ രക്ഷയില്ല. അയാളെ സംരക്ഷിക്കാൻ ആളുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളും അസംബ്ലിയിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, പൊളിറ്റിക്കൽ പേട്രണേജ്. രാഷ്ട്രീയ രക്ഷാകർതൃത്വം കേരളത്തിലെ ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും ലഹരി മാഫിയക്കാർക്കും കൊടുക്കുന്നത് CPM ആണ്. മുഖ്യമന്ത്രി നോക്കി നിൽക്കുകയാണ്. DYSPയെ അറിയപ്പെടുന്ന എന്റെ ജില്ലയിലെ ഗുണ്ടയാണ്, ഒരു ക്രിമിനലാണ്. അയാൾ നടത്തിയ ഡിന്നറിൽ DYSPയും പോലീസുകാരും വന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസ് തുണിയിട്ട് നടന്നാൽ പോരെ തലയിൽ. ഇതിനേക്കാൾ വലിയ നാണക്കേട് കേരള പോലീസിനുണ്ടോ? അപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ 1-2 വർഷക്കാലമായി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ പോലീസിനെ കുറിച്ചും, കേരളത്തിലെ പോലീസ് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു. ഇപ്പോഴും കഴിവുറ്റ പോലീസാണ്. ഞങ്ങൾക്ക് ആ പോലീസിനെ കുറിച്ച് സംശയമൊന്നുമില്ല. പക്ഷേ അവരെ നിർവീര്യരാക്കി അവരുടെ ആത്മവിശ്വാസം തകർത്ത് കേസെടുക്കുന്നത് കണ്ടില്ലേ? ഇപ്പോ നമ്മുടെ മദ്യ നയവുമായി ബന്ധപ്പെട്ട കോഴ കേസിൽ എന്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്? ഈ വാർത്ത എങ്ങനെ പുറത്തുപോയെന്നാണ്. ഈ പൈസ പിരിക്കാൻ വേണ്ടി, കോഴ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അവരുടെ ബാർ അസോസിയേഷൻ എങ്ങനെ പുറത്തുപോയി എന്നാണ് അന്വേഷിക്കുന്നത്. SFI സംസ്ഥാന സെക്രട്ടറി പരീക്ഷ എഴുതാതെ പാസ്സായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചല്ല പോലീസ് അന്വേഷിച്ചത്. ആ റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു റിപ്പോർട്ടറെ, ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെ പ്രതിയാക്കിയാണ് കേസെടുത്തത്. ഇങ്ങനെയാണ് എല്ലാ കേസിലും. സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വപ്ന സുരേഷിനെ കുറിച്ചാണ് അന്വേഷണം നടന്നത്, അല്ലാതെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തെക്കുറിച്ചല്ല. അങ്ങനെയാക്കി കേരളത്തിലെ പോലീസിനെ മാറ്റി. അതിന്റെ ഏറ്റവും നാണം കെട്ട കാര്യങ്ങളാണ് ഇന്നലെയും മിനിങ്ങാന്നൊക്കെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി നിസ്സംഗനായി നിൽക്കുകയും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഈ അധികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘം തട്ടിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് പാർട്ടിയാണ്, എല്ലാ സ്ഥലത്തും പാർട്ടിയാണ്. പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഈ ക്രിമിനലുകൾക്ക്, ആലപ്പുഴ ജില്ലയിലൊക്കെ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ്. എല്ലാത്തിന്റെയും പുറകിൽ പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന, തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. അപകടകരമായ നിലയിലേക്ക് കേരളം പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര വീടുകളാണ് ഈ ഗുണ്ടകൾ കേരളത്തിൽ ആക്രമിക്കുന്നത്? ഏതെങ്കിലും ഒരു ലഹരി മരുന്ന് സംഘത്തെക്കുറിച്ച് ഒരു വിവരം കൊടുത്താൽ അവന്റെ വീട് 24 മണിക്കൂറിനകം ആക്രമിക്കപ്പെടുകയാണ്. അവന് ആര് സംരക്ഷണം കൊടുക്കും? അവരാണ്, അവരുടെ കൺട്രോളിലാണ് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഇടങ്ങളിലും നടക്കുന്നത്. അല്ല, ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ്. ഇത് സാധാരണ പറയുന്നല്ലോ. കേരളത്തിൽ ഇത്രമാതിരി എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞ ലഹരി മരുന്ന് സംഘത്തിന്റെ ക്രിമിനലുകളുടെയും കൈകളിലാണ് കേരളം. അവരാണ്, അവരുടെ ദയാവായ്പിലാണ് കേരളത്തിലെ പാവങ്ങൾ. എത്ര നിരപരാധികളാണ് ക്രൂരമായ മർദ്ദനമേറ്റു വാങ്ങിയത്? എത്ര സ്ത്രീകളെയാണ് മർദ്ദിക്കുന്നത്? വീടിനകത്ത് കയറി അമ്മമാർക്കും വൃദ്ധരായ ആളുകളെ പോലും നോട്ടമില്ലാതെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഗുണ്ടകൾ വന്നിട്ട്. ഇവിടെ ആർക്ക് വേണേലും കൊട്ടേഷൻ കൊടുക്കുക. ജയിലിൽ കിടന്ന ക്രിമിനലുകൾ കൊട്ടേഷൻ കൊടുക്കുന്ന കാലമാണ്. മാധ്യമപ്രവർത്തകർക്കൊന്നും ഒരു കാര്യമില്ല. അതായത് ഫോറസ്റ്റിനെ കുറിച്ച് പരാതി കൊടുത്തതിനാണ് പിടിച്ചുകൊണ്ട് പോയത്. മാധ്യമപ്രവർത്തകർക്കെതിരായി എത്ര കേസുകളാണ് കേരളത്തിലെടുത്ത്?
എന്തുകൊണ്ട് ഇത്തരം ഹൈജാക്കിംഗ് നടക്കുന്നു? അല്ല, ഹൈജാക്കിംഗ് നടക്കുകയാണ്. എന്നിട്ട് ആ മന്ത്രിക്ക് ഒരു മറുപടിയും പറയാനില്ല. ഈ ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞു ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെ അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും അതിന്റെ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കി. മറുപടി പറയാനൊരു വാചകം ഉണ്ടായിരുന്നു. മറുപടി പറയാൻ ഒന്നിൽ സ്വന്തം വകുപ്പിൽ നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടാണ്. ഇപ്പൊ ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും, ഡയറക്ടർ എന്ന് വെച്ചാൽ ഡയറക്ടറുടെ ചുമതലയുള്ള യഥാർത്ഥ ഡയറക്ടറല്ല, ബാർ ഉടമകളുടെ യോഗം വിളിച്ചിട്ട് ടോപ്പിക്കാണ് എന്താണ് അബ്കാരി പോളിസി റിവ്യൂ. അത് നടത്താൻ ടൂറിസം വകുപ്പിന് എന്താ അവകാശം? ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഈ കേസിലെല്ലാം ഇടപെടുവാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു വാചകം, അൺനെസസറി ഹേസ്റ്റ്. എല്ലാ അഴിമതികൾക്കും പുറകിലുള്ള ഒരു വാക്കാണ്. അതായത് അനാവശ്യമായ ധൃതി. ഈ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ആവേശത്തോടെ സംസ്ഥാനത്തെ ഗുണ്ടകളുടെ വിളയാട്ടം, പോലീസും ഗുണ്ടയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയവയിൽ വിമർശനം ഉന്നയിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. തമ്മനം ഫൈസലിന്റെ വീട്ടിലെ വിരുന്നിൽ ഡിവൈഎസ്പി പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം വന്നത്. എന്തായാലും സംഭവം പോലീസ് സേനയ്ക്കും ആഭ്യന്തര വകുപ്പിനും വലിയ നാണക്കേട് തന്നെയാണ് എന്നും ആഭ്യന്തര വകുപ്പ് വലിയ പരാജയമാണെന്നും ഗുണ്ടകൾക്കും ലഹരി മാഫിയയ്ക്കും CPM കുടപിടിക്കുന്നുവെന്നും വി.ഡി. സതീശൻ ആരോപണം ഉന്നയിച്ചു. അതേസമയം തന്നെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ, കോഴിക്കോട് നഗരത്തിൽ നടന്നുവരുന്ന മറൈൻ വേൾഡ് പ്രദർശനം തടസ്സപ്പെടുത്താൻ BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രമിച്ചെന്ന് പരാതി. 25 ലക്ഷം രൂപ പിരിവ് നൽകിയില്ലെങ്കിൽ പ്രദർശനം നടത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു ഭീഷണി. ആദ്യം കേസെടുക്കാതിരുന്ന പോലീസ് പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്നുവരുന്ന പ്രദർശനത്തിന് തുടക്കം മുതൽ BJP സംസ്ഥാന സമിതി അംഗമെന്ന് പരിചയപ്പെടുത്തിയ സതീഷ് പാറന്നൂർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായാണ് കൊച്ചി ആസ്ഥാനമായ DQF കമ്പനിയുടെ പരാതി. വ്യാജ പരാതികൾ നൽകി ലൈസൻസുകൾ വൈകിപ്പിക്കാനായിരുന്നു ആദ്യ ശ്രമം. ഇത് വിജയം കാണാതെ വന്നതോടെ പ്രദർശന നഗരിയിൽ നേരിട്ടെത്തി ഭീഷണി മുഴക്കിയതായി കമ്പനി ഉടമകൾ പറയുന്നു. വൻ ഭീഷണി പോലുള്ള രീതികളിൽ നിങ്ങളിത് തുടർന്നുകൊണ്ട് പോയാൽ ഞങ്ങൾക്കിത് അവസാനിപ്പിക്കേണ്ടി വരും, ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തിയിട്ട് 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ പ്രശ്നത്തിനൊന്നും വരില്ല. കാരണം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല, ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുകയും ഞങ്ങൾ അതിന് വഴങ്ങാതിരിക്കുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും കൈക്കൂലി തന്നിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യേണ്ട, കൈക്കൂലി തന്നുകൊണ്ട് പ്രോഗ്രാം ചെയ്യേണ്ട, ഒരു കാരണവശാലും ഞങ്ങളത് തരില്ല എന്നവരത് പറയുകയും എന്നാൽ പിന്നെ നിങ്ങൾ പ്രോഗ്രാം നടന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ ലൈസൻസിൻ്റെ എല്ലാ വാതിലുകളിലും ഇവർ പോയി അനാവശ്യമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ പറയുകയും ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തു. സതീഷിന്റെ ശല്യം തുടർന്നതോടെ ഹൈക്കോടതിയിൽ നിന്നും സംരക്ഷണ ഉത്തരവ് വാങ്ങിയാണ് പ്രദർശനം ആരംഭിച്ചത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല. തുടർന്ന് കോടതിയെ സമീപിച്ചതോടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. ഇയാളുടെ ഇടപെടലിൽ ട്രേഡ് സെന്ററിൽ പരിപാടികളിൽ നഷ്ടം വന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു ചില സംരംഭങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. BJPയുടെ ഇന്നമാതിരി മണ്ഡലം സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇവിടെ പരിപാടി നടത്താൻ സമ്മതിക്കില്ല. ഇതിന് മുന്നേ പരിപാടി നടത്തിയ ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ അറിയാം, അവർക്കൊക്കെ ഇത് ഇട്ടെറിഞ്ഞ് ഓടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് എന്നോട് പറയും. നമുക്കിവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഇയാൾ ഇവിടെ വെള്ളക്കെട്ടാണ്, ഇവിടെ വേസ്റ്റ് ആണ്, അതാണ് ഇതാണ് പല പല കാര്യങ്ങൾ പറഞ്ഞ് ഇയാൾ പിന്തിരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്നിട്ട് അനാവശ്യങ്ങൾ എഴുതി വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം പണം ആവശ്യപ്പെട്ട് പ്രദർശനം തടഞ്ഞെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് സതീഷ് പാറന്നൂർ വ്യക്തമാക്കി. പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള സ്ഥലമായി റവന്യൂ വകുപ്പ് സാക്ഷ്യപ്പെടുത്തിയ സ്ഥലത്ത് അനധികൃത നിർമ്മിതികൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രദർശനം സംഘടിപ്പിക്കുന്ന കമ്പനി തനിക്കെതിരെ കേസെടുപ്പിച്ചതെന്നും സതീഷ് പാറന്നൂർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. KSU ക്യാമ്പിലെ സംഘർഷത്തിൽ KPCC അന്വേഷണ സമിതിയുടെ വിശദമായ റിപ്പോർട്ട് ഇന്ന് കൈമാറും. KSU സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. KPCC അധ്യക്ഷൻ തിരുവനന്തപുരത്ത് തിരികെ എത്തിയ ശേഷം മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാകും തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെതിരായ സസ്പെൻഷൻ നടപടി ഏകപക്ഷീയമാണെന്ന വിമർശനവുമായി K. സുധാകരൻ വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള തർക്കം ഏറ്റുപിടിച്ച് KSU നേതാക്കളും. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെതിരെ രൂക്ഷ വിമർശനവുമായി സസ്പെൻഷനിലായ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ രംഗത്ത് വന്നു. KPCC നേതൃത്വവുമായി കൂടിയാലോചനകൾ നടത്താതെയാണ് ക്യാമ്പ് നടത്തിയതെന്നും ഇതിനെ ചോദ്യം ചെയ്തതാണ് തനിക്കെതിരായ പ്രകോപനത്തിന് കാരണമെന്നും അനന്തകൃഷ്ണൻ പറയുന്നു. നെയ്യാർ ഡാമിൽ നടന്ന KSUവിന്റെ സംസ്ഥാന ക്യാമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെയാണ് NSU
KSUവുമായി ബന്ധപ്പെട്ട ദേശീയ നേതൃത്വം നടപടിയെടുത്തിരിക്കുന്നത്. അതിൽ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉൾപ്പെടെ മറ്റ് 3 പേരെ കൂടിയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി അന്ന് അവിടെ ഉണ്ടാകാൻ സംഘർഷത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച പല അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ജെറിൻ, അല്ലമീൻ തുടങ്ങിയ നെടുമങ്ങാട് നിന്നുള്ള KSU ഭാരവാഹികൾ തമ്മിലുണ്ടായ തർക്കവും വാക്കേറ്റവും പിന്നീട് കയ്യേറ്റത്തിലേക്കും അത് കൂട്ടത്തല്ലിലേക്കും കടക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സമിതിയുടെ അടക്കം കണ്ടെത്തൽ. എന്തായാലും അലൂഷ്യസ് സേവ്യർ KSU സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും ഈ ക്യാമ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഏകപക്ഷീയമായ നിലപാടാണ് സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചത് എന്നുമാണ് മറുവിഭാഗത്തിന്റെ ആക്ഷേപം. എന്തായാലും സസ്പെൻഡ് ചെയ്യപ്പെട്ട KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ നെയ്യാർ ഡാമിലെ ക്യാമ്പിലുണ്ടായത്? ഇവിടെ ഈ ക്യാമ്പ് കഴിഞ്ഞ ദിവസം 3 ദിവസമായി നെയ്യാർ ഡാമിൽ നടന്ന KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ ചില വിഷയങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇവിടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ KSU ഇവിടെ എന്നെ പുറത്താക്കിയതായി ഇന്ന് കത്ത് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിനകത്ത് വാർത്ത ചോർത്തിക്കൊടുത്തു എന്നതാണ് എന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ പരിചയമുള്ള മാധ്യമപ്രവർത്തകരാണ്. പലരും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു സംഘർഷം നടന്നിട്ടില്ല, ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് കൃത്യമായി ഞാൻ ഇവിടെ എന്നെ വിളിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ കൃത്യമായ തെളിവുകളടക്കം ഞാൻ ബഹുമാനപ്പെട്ട KSU സംസ്ഥാന പ്രസിഡന്റിനും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഞാൻ ഇത് കാണിച്ചിട്ടുള്ളതാണ്. എനിക്കൊരു നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടില്ല. എന്റെ മറുപടി പറയുന്നതിന് വേണ്ടി ഔദ്യോഗികമായി റിട്ടേൺ ആയി എഴുതി കൊടുക്കുന്നതിന് വേണ്ടി എന്റെ ഒരു മറുപടി ചോദിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി എനിക്ക് ഇതുവരെ ഒരു കത്തും നൽകിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബഹുമാനപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ KPCCയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ K. സുധാകരൻ സാറിനൊപ്പം നിൽക്കുന്ന ഒരു KSU അനുയായിയാണ്, KSUവിൽ നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ഇടുക്കി രാമക്കൽമേടിൽ നടന്ന KSU ക്യാമ്പിൽ KSUവിനെ KPCC നേതൃത്വം സഹായിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ഒരു വ്യാജ വാർത്ത വന്നത്. അപ്പൊ അന്ന് ഞാൻ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും സംസ്ഥാന കമ്മിറ്റിയിലും ആ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. അതുപോലെ KSU സംസ്ഥാന ക്യാമ്പ് നെയ്യാർ ഡാമിൽ നടന്ന ക്യാമ്പിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പങ്കെടുത്തിരുന്നില്ല. പങ്കെടുക്കുന്നതിന് കാരണം KSU ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഞാൻ കൃത്യമായി അതിനകത്ത് പ്രതികരിച്ചതാണ്. അങ്ങനെയാണ് KPCC പ്രസിഡന്റിന്റെ വാക്കിന് KSU നേതൃത്വം വില കൊടുക്കുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഇവിടെ KSU സംസ്ഥാന പ്രസിഡന്റായി ശ്രീ അലോഷ്യസ് സേവ്യർ വന്നതിന് ശേഷം KPCC നേതൃത്വവുമായി തന്നെ ഒരു കൂടിയാലോചന നടക്കുന്നില്ല. അവിടെ അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അലോഷ്യസ് സേവ്യർ നൃത്തം വെക്കുന്ന ചില ദൃശ്യങ്ങളുണ്ടായിരുന്നു. അത് ആ രാത്രിയിൽ ഉണ്ടായ സംഭവമാണോ അതോ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കലാവിരുന്നിലെ ചിത്രങ്ങളാണോ ഇങ്ങനെ പ്രചരിക്കപ്പെട്ടത്? ക്യാമ്പ് തുടങ്ങിയ ദിവസത്തെ, അതായത് 24-ാം തീയതിയിലെ ക്യാമ്പ് തുടങ്ങിയ ദിവസം നടന്ന ഒരു നൃത്തമാണ്. ആ നൃത്തം എന്ന് പറയുന്നത് KSUക്കാര് എല്ലാവരും ആ നൃത്തത്തിൽ പങ്കെടുത്തു. ആ ഒരു നൃത്തം പറ്റിയൊന്നും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ, മറ്റെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? അവിടെ മദ്യം ഉപയോഗിച്ചിരുന്നു ചില നേതാക്കൾ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അതിന്റെ വസ്തുതയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇവിടെ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ സംഘടനാപരമായിട്ട് ഞാൻ ഇതിന് നമ്മുടെ ലീഡർഷിപ്പിന് എന്റെ നിരപരാധിത്വം എന്തെന്ന് ബോധ്യപ്പെടുത്തും. KPCCയുടെ അന്വേഷണ സമിതിയോട് പൂർണ്ണമായും നമുക്ക് വിശ്വാസമാണ്. KPCC കൃത്യമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തും. ഇതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ തുടർച്ച KSU ക്യാമ്പിലും ഉണ്ടായിട്ടുണ്ട് എന്നതിൽ വസ്തുതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, പിന്നീട് പ്രതികരിക്കാം. ഇപ്പോൾ ഞാൻ ഈ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഭാഗത്ത് ഉള്ള നിരപരാധിത്വം എന്തെന്ന് മാത്രമേ ഞാനിൽ സംസാരിക്കാൻ ആഗ്രഹിക്കും. ഓക്കെ, എന്തായാലും വരികൾക്കിടയിൽ വായിക്കുമ്പോൾ സ്വാഭാവികമായി മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുകയാണ്. KSU സംസ്ഥാന ക്യാമ്പിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് ഒരു വിഭാഗത്തിനെതിരെ മാത്രം എടുത്തിരിക്കുന്ന ഈ നടപടി എന്ന തരത്തിലാണ് K. സുധാകരന് ഒപ്പം നിൽക്കുന്ന അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിശദീകരണം. സ്വാഭാവികമായി മുതിർന്ന നേതാക്കൾ ഇതിൽ കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തേണ്ടത് അനിവാര്യതയായി മാറും. എന്തായാലും KSU ക്യാമ്പിൽ ഉണ്ടായ സംഘർഷം സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കിടയിൽ നിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മറനീക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന സാഹചര്യമാണ് നിലവിൽ. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.
മുഖ്യമന്ത്രി വിളിച്ച പോലീസ് ഉന്നതതല യോഗം മാറ്റി. നിലവിലെ ക്രമസമാധാന നില സംബന്ധിച്ച വിഷയങ്ങളും മഴക്കാലം വരുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളുമായാണ് യോഗത്തിൽ ചർച്ചാ വിഷയം ആക്കിയിരുന്നത്. ഡിജിപിമാരും എഡിജിപിമാരുമാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസിൽ മുഖ്യപ്രതി രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. രാഹുലിന്റെ അമ്മ ഉഷാകുമാരി, സഹോദരി കാർത്തിക എന്നിവർക്കെതിരെ സ്ത്രീധന പീഡന കുറ്റം ചുമത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടിയത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഈ മുഖ്യപ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നു. രാഹുലിനെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് സഹോദരിക്കും അമ്മയ്ക്കുമെതിരായ നടപടികൾ കൂടി നടന്നത്. എന്തായാലും അവരുടെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? ഈ ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ഏറ്റവും പ്രധാന സമ്മർദ്ദമായി തന്നെ അമ്മയും ആ സഹോദരിക്കുമെതിരായ നടപടികൾ ആണ് എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. പക്ഷേ ആദ്യം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ യുവതി പരാതി നൽകിയപ്പോൾ തങ്ങൾക്കെതിരായ യാതൊരു പരാമർശങ്ങളും അതിൽ ഇല്ല എന്നാണ് അമ്മയും സഹോദരിയും ചൂണ്ടിക്കാട്ടുന്നത്. പിന്നീട് മാധ്യമങ്ങളുമായും ഒക്കെ ആശയവിനിമയം നടത്തിയപ്പോഴും ഇത്തരത്തിൽ സ്ത്രീധന പീഡനം എന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നില്ല. പിന്നീട് മാതാപിതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരമൊരു കാര്യം യുവതി പറഞ്ഞത് എന്നാണ് കുടുംബം വാദിക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നൽകുകയും ചെയ്തത്. പോലീസ് ഇക്കാര്യത്തിൽ വളരെ വിശദമായ റിപ്പോർട്ട് ഇന്നലെ കോടതിയിൽ നൽകിയിരുന്നു. കൃത്യമായി ഈ സ്ത്രീധനം ആവശ്യപ്പെട്ട് പെൺകുട്ടിയെ മാനസികമായി ഈ മാതാപിതാക്കൾ, പ്രത്യേകിച്ചും അമ്മയും സഹോദരിയും പീഡിപ്പിച്ചിരുന്നു എന്നാണ് രഹസ്യമൊഴിയിൽ പെൺകുട്ടി വെളിപ്പെടുത്തിയതെന്നാണ് വിചാരിക്കുന്നത്. അക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം പ്രതിയെ വിദേശത്തേക്ക് കടന്നുകളയാനുള്ള സഹായം അമ്മയുടെ ഭാഗത്തുനിന്നും സഹോദരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഒപ്പം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന കേസിൽ അനിവാര്യമാണ് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ വനിതാ കമ്മീഷന് തങ്ങളെ അകാരണമായി പോലീസ് പീഡിപ്പിക്കുന്നു എന്നാരോപിച്ച് വനിതാ കമ്മീഷന് ഈ അമ്മയും സഹോദരിയും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചാണ് ഈ കേസിലൊരു വിധി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. രണ്ട് ഭാഗത്തിന്റെയും വിശദമായ വാദം കോടതി കേൾക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ കേസിൽ ഈ പ്രതിയെ വിദേശത്തേക്ക് പോകുന്നതിന് സഹായിച്ച സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയും കോടതിയുടെ പരിഗണനയ്ക്കുണ്ട്. നേരത്തെ ആ കേസിലും പോലീസ് റിപ്പോർട്ട് കോടതി തേടിയിരുന്നു. 31-നാണ് ആ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ജാമ്യാപേക്ഷയിൽ അനുകൂലമായ ഒരു തീരുമാനം പോലീസിനുണ്ടായാൽ അധികം വൈകാതെ തന്നെ അമ്മയും സഹോദരിയും കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ നീക്കം. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് CS ഡയസ് ആണ് 13 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. CBI കേസ് ഡയറി ഹൈക്കോടതിയിൽ ഇന്ന് ഹാജരാക്കിയേക്കും. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ കസ്റ്റഡി തുടർന്ന ആവശ്യമില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഹർജിക്കാരുടെ വാദം. മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം ഉപഹർജി വഴി പരിഗണിക്കാനാകുമോ എന്നാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. പുതിയ പരിഗണനാ വിഷയം അനുസരിച്ച് പുതിയ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിരുന്നു ജസ്റ്റിസ് K ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇതനുസരിച്ചാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കാൻ അധികാരമുള്ള സിംഗിൾ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നത്. മെമ്മറി കാർഡ് കേസിലെ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറായി പുറപ്പെടുവിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ച കോടതി ഹർജിയിൽ ഇന്നലെ തീർപ്പ് കൽപ്പിച്ചിരുന്നു. ഹർജിയിൽ ഇന്ന് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാൾ ഹാജരാകും. ഒരിടവേള കൂടി. ഗുണ്ടകൾക്കെതിരെ കർശന നടപടിക്ക് DGP നിർദ്ദേശം. തിരികെ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ ആദ്യ റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും. 2 ദിവസത്തേക്കാണ് പ്രധാനമന്ത്രി ബംഗാളിൽ സന്ദർശനം നടത്തുന്നത്. ബരാസത്ത് മണ്ഡലത്തിലെ അശോക് നഗറിൽ പൊതുയോഗത്തിൽ മോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ജാവത്പൂർ മണ്ഡലത്തിലെ ബരൈപൂരിലെ
തെരഞ്ഞെടുപ്പ് റാലിയിലും മോദി പങ്കെടുക്കും. ജൂൺ 1-നാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പിന്നാലെ ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി. കന്യാകുമാരിയിലാണ് പ്രധാനമന്ത്രി 2 ദിവസത്തെ ധ്യാനത്തിന് പോവുക. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, എന്നത്തേക്കാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തുക? ആര്യ, നമുക്കറിയാം 1-ാം തീയതിയാണ് 7ാം ഘട്ടം, അതായത് അവസാന ഘട്ടം വോട്ടെടുപ്പ് നടക്കുക. അതിലെ 30-ാം തീയതി നിശബ്ദ പ്രചരണം, 30-ാം തീയതി പ്രചരണം, പരസ്യ പ്രചരണം അവസാനിക്കും. 31-ന് നിശബ്ദ പ്രചരണമാണ്. 30-ാം തീയതി പരസ്യ പ്രചരണത്തിന് ശേഷം നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തും. കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ 31-ന് രാവിലെ മുതൽ 1-ാം തീയതി വൈകുന്നേരം വരെ ധ്യാനമിരിക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. മോദി ഈ 2 ദിവസം, അതായത് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം 30-ാം തീയതി എത്തും. 30-ന് വൈകുന്നേരം തന്നെ കന്യാകുമാരിയിലെത്തി 31-ന് രാവിലെ തിരുവനന്തപുരം വഴി കന്യാകുമാരിയെത്തിന് ശേഷം രാവിലെ മുതൽ ധ്യാനമിരിക്കാനാണ് ഇപ്പോൾ തീരുമാനം. നമുക്കറിയാം 2019-ലെ പൊതുതെരഞ്ഞെടുപ്പിന് അവസാന ഘട്ടത്തിന് ശേഷവും കേദാർനാഥിൽ നരേന്ദ്രമോദി 3 ദിവസം ധ്യാനമിരുന്നിരുന്നു. അന്നത് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. അദ്ദേഹം 2019-ലെ അതേ കാര്യം തന്നെ 2024-ലും ആവർത്തിക്കുകയാണ്. കേദാർനാഥിലായിരുന്നു 2019-ൽ എങ്കിൽ 2024-ൽ അദ്ദേഹം അത് കന്യാകുമാരി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വിവേകാനന്ദ പാറയുടെയൊക്കെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ നമുക്കറിയാം. ഏറെ തീർത്ഥാടകരൊക്കെ എത്തുന്ന, ഏറെ ആളുകൾ കാണുന്ന ഒരു പ്രദേശമാണ് വിവേകാനന്ദ പാറ. അത് ഇത്തവണ തിരഞ്ഞെടുക്കുന്നതിലൂടെ പ്രത്യേക ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ മോദിക്കും BJPക്കും മറ്റും ഉണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ മോദി ധ്യാനമിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് തവണ കാണിച്ചാണ്. അത് അവസാനവട്ട തെരഞ്ഞെടുപ്പിനെയൊക്കെ സ്വാധീനിച്ചു എന്ന തരത്തിലൊക്കെ അന്ന് ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരം ലക്ഷ്യങ്ങളും BJPക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം 7 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, പുരോഗമിക്കുന്നത്. ഇതിൽ 7ാം ഘട്ടത്തിന് ശേഷം 7 തൊട്ട് മുൻപാണ് മോദി ഇത്തരത്തിൽ ധ്യാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇരു മുന്നണികളും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. അവസാന വട്ടമായപ്പോഴേക്കും ഇന്ത്യ മുന്നണി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഈ ഇത്തരത്തിൽ 400+ എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി മോദിയും BJPയും മുന്നോട്ട് പോകുമ്പോൾ അതൊരു ആത്മീയ തലം കൂടി അതിലേക്ക് കൂടി കടക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വാഭാവികമായും ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന പശ്ചാത്തലമുണ്ടാകും. ദക്ഷിണേന്ത്യ നമുക്ക് ഇതുമായി വലിയ ശ്രദ്ധാകേന്ദ്രമാകും. ഈ തവണ നമുക്ക് തെരഞ്ഞെടുപ്പിൽ അറിയാം BJP ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കർണാടകത്തിലെയും ആന്ധ്രയിലെയും അടക്കമുള്ള ഏതാണ്ട് 150ഓളം ലോക്സഭാ സീറ്റുകളിലായിരുന്നു. അവിടെയൊക്കെ വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പ്രധാനമന്ത്രിയും BJPയും പോകുന്നത് എന്നുള്ളതാണ്. അത് ഇത്തവണത്തെ ധ്യാനത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് കന്യാകുമാരിയാണ് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ആര്യ, തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. രഞ്ജിത്ത്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി രഞ്ജിത്തിൽ നിന്ന് അറിയേണ്ടതുണ്ട്. രാജ്കോട്ട് ഗെയിമിംഗ് സെന്റർ തീപിടുത്തത്തിൽ സഹ ഉടമ പിടിയിൽ. രാജസ്ഥാനിൽ നിന്നാണ് ഗെയിമിംഗ് സെന്ററിന്റെ സഹ ഉടമ ധവാൽ ദാക്കറെ പിടികൂടിയത്. രഞ്ജിത്ത്, രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു അപകടമായിരുന്നു. 35 പേരാണ് മരണപ്പെട്ടത്. എന്താണ് പുതിയ വിവരങ്ങൾ? 5 പേർ മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഗുജറാത്ത് സർക്കാരിന് ഏൽക്കേണ്ടി വന്നിരുന്നു. ഈ 3 വർഷമായിട്ടും കൃത്യമായ മാനദണ്ഡമില്ലാതെ ഈ സ്ഥാപനം പ്രവർത്തിച്ചിട്ടും സർക്കാർ ഉറങ്ങുകയായിരുന്നോ എന്ന സുപ്രധാനമായ ചോദ്യമാണ് സർക്കാരിനോട് കോടതി ചോദിച്ചത്. ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ വലിയ ബഹളം ICUവിന് മുന്നിലുണ്ടായിരുന്നു. കാരണം ഈ മരിച്ചവരെ കൃത്യമായി തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്തില്ല എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ DNA പരിശോധന അടക്കം നടത്തി എത്രയും വേഗം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇവരുള്ളത്. ഇതിനിടയിലാണ് ഈ സ്ഥാപനത്തിന്റെ സഹ ഉടമ രാഹുൽ റാത്തോഡ് അറസ്റ്റിലാകുന്നത്. ഇദ്ദേഹം നൽകിയ മൊഴി അനുസരിച്ച് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കത്തി നശിച്ചു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയായി ഈ തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായി കാണണം. നമുക്കറിയാം യുവരാജ് സിംഗ് സോളങ്കി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഗെയിമിംഗ് സെന്ററിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാവുകയും ഈ തീപ്പൊരി വീണ്, വെൽഡിങ്ങിനിടെ തീപ്പൊരി വീണ് തകരം കൊണ്ടും ഫൈബർ ഷീറ്റ് കൊണ്ടും മറ്റും നിർമ്മിച്ച കെട്ടിടങ്ങൾ പൂർണ്ണമായി കത്തി അമരുകയും ചെയ്തത്. 35 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. മതിയായ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വീഴ്ച വരുത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം 7ഓളം പേരെ ഇതിനകം സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. നടപടികൾ പക്ഷേ ഇവരിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതും സർക്കാരടക്കം ഈ ദുരന്തത്തിന് കാരണക്കാരാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിമർശനമാണ് ഇപ്പോൾ ഗുജറാത്തിൽ ഉടനീളം ഉയരുന്നത്. ആര്യ, ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ ഇടുക്കിയിൽ കാലിൽ കയറ് കുരുങ്ങി പരിക്കേറ്റ ആനയെ മയക്കുവെടി വയ്ക്കും. ഇടുക്കി കാന്തല്ലൂർ
പെരടി പള്ളം ഭാഗത്താണ് ആനയുള്ളത്. ആനയുടെ കാലിൽ പ്ലാസ്റ്റിക് കയർ കുരുങ്ങിയിട്ട് 1 മാസമായെന്നാണ് നിഗമനം. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, സ്വാഭാവികമായും ഈ കയർ നീക്കം ചെയ്യുക, ആനയ്ക്ക് മതിയായ ചികിത്സ നൽകുക എന്നുള്ളതാണ് മുന്നിലുള്ള പ്രാമുഖ്യമായ ലക്ഷ്യം. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചോ? എപ്പോഴത്തേക്ക് ആരംഭിക്കും? ആര്യ, ഏകദേശം 1 മാസത്തോളമായി ആനയുടെ കാലിൽ പ്ലാസ്റ്റിക് കയർ കുടുങ്ങിയതായാണ് നിഗമനം. ഇത് വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്നാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ആവശ്യമായ ചികിത്സ നൽകുകയും ഒപ്പം കയർ മാറ്റുകയും ചെയ്യുന്നുള്ള നടപടികളിലേക്ക് കിടക്കുന്നത്. എന്തായാലും ഇന്നലെ മുതൽ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് രാവിലെ മുതൽ വലിയൊരു സംഘം തന്നെ ഈ കാന്തല്ലൂർ പെരടി പള്ളം ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. നിലവിൽ മൂന്നാറിൽ നിന്നും വയനാട്ടിൽ നിന്നുള്ള RRT സംഘങ്ങളും തേക്കടിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ അടക്കം ഈ മേഖലയിൽ ഉണ്ട്. ഒപ്പം പോലീസിന്റെ വലിയൊരു സേനയും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് നമുക്ക് സൂചന ലഭിച്ചിരിക്കുന്നത്. അതിനുള്ള അനുമതിയെല്ലാം ലഭിച്ചു കഴിഞ്ഞ് വനംവകുപ്പുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും ഈ ആനയെ പിടികൂടി അതിനാവശ്യമായ ചികിത്സ നൽകുകയെന്നാണ് പ്രധാനമായ ലക്ഷ്യം വെക്കുന്നത്. ഏതാനും ദിവസങ്ങളായി ആന ഈ കാന്തല്ലൂർ പേരടിപ്പള്ളം ഭാഗങ്ങളിലൂടെയൊക്കെ നടക്കുകയായിരുന്നു. കാരണം ഇതിന് നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ചും കാലിലെ മുറിവ് ഉണ്ടായിട്ടുണ്ട്. അത് കാലിൽ എങ്ങനെയോ കുരുങ്ങിയ കയർ പറ്റി ഉണ്ടായ മുറിവാണ്. അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്നത് വലിയ ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വനം വകുപ്പ് അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ആര്യ, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. വാർത്താരംഭത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ സമഗ്രമായ വാർത്താ ചിത്രം കാണാം ഇനി ന്യൂസ് ട്രെൻഡ്സിൽ. നമസ്കാരം. ഉദ്യോഗസ്ഥ